വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു തമാശ ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് തമാശ ആയിട്ടുണ്ട് നമ്മൾ തുടങ്ങുന്നത്. കാരണം ഇന്ന് ഞങ്ങൾ നമ്മുടെ റൂം ക്ലീനിങ് ഒക്കെ ആയിട്ട് ഈ പാറ്റയുടെ ഒക്കെ ക്ലീനിങ് കാര്യങ്ങളായിട്ട് മരുന്നൊക്കെ അടിച്ച കാരണം നമ്മളിന്ന് പുറത്ത് ഇന്ന് സ്റ്റേ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് എല്ലാതും എടുത്തിട്ട് ഇറങ്ങി അതായിട്ടുള്ള കഥ. ഞങ്ങളെല്ലാതും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു റൂമൊക്കെ നോക്കി സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. കാരണം ഇന്ന് ഇപ്പോൾ ശനിയാഴ്ച, അപ്പോൾ നാളെ ഇന്ന് ഹോളിഡേ, നാളെ ഹോളിഡേ. അപ്പം അങ്ങനെ ശനിയാഴ്ച പോയിട്ട് നാളെ വരാമെന്നുള്ളതിൽ. പക്ഷെ റൂം നോക്കിയിട്ട് രണ്ടുപേരും ഇപ്പോൾ നിൽക്കണ നോക്കി കണ്ട. അപ്പം ഇങ്ങനെ നാണക്കേടോട് കൂടിയുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മുന്നേ വെച്ച്. അപ്പോൾ രണ്ടുപേരും ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എവിടെയാ റൂം കിട്ടാന്ന് നോക്കണം. ഇവിടെ ഞങ്ങൾ ആദ്യം വന്നിട്ടുണ്ട് ബീച്ച് റിസോർട്ട്. അവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ പിന്നെ ബീച്ച് റിസോർട്ടിൻ്റെ കാര്യം അറിയില്ല. കാരണം ഇവിടെ അന്വേഷിച്ചപ്പോൾ മിക്ക ഹോട്ടലുകളും ഫുള്ളാണെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഹോട്ടൽ ഇപ്പോൾ കിട്ടാനില്ല. രണ്ടൊരു പെരുവയിലായി തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പം ഞങ്ങൾ നടന്നിട്ട് ഇനി അന്വേഷിക്കണം ഇനി എവിടെയാണ് ശരിക്കും കിട്ടാന്ന്. അപ്പോൾ നോക്കട്ടെ. അപ്പുണ്ണിൽ ഓരോ സ്ഥലത്തേക്ക് വിളിച്ച് അന്വേഷിക്കുന്നു. ഞാൻ കുറച്ചൊക്കെ നോക്കി കിട്ടിയില്ല. ഇനി നോക്കിയാലേ അറിയുള്ളൂ ഇനി എവിടെയൊക്കെയാണ് കിട്ടാന്നൊന്നും അറിയില്ല. കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഗൈസ്, നമ്മൾ നടന്ന് നമ്മൾ മുന്നേ വന്നിട്ടുള്ള ഹോളിഡേ ബീച്ച് റിസോർട്ടാട്ടത്. ഹോളിഡേ ബീച്ച് റിസോർട്ട് എത്തി ഞങ്ങൾ നടന്നു. അവിടെ സ്റ്റേ ഒന്നുമില്ല. അപ്പൊ നമ്മളിത് ഇനിയിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എവിടെയാണ് റൂമൊന്നും അവൈലബിൾ അല്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഹോളിഡേ അല്ലെങ്കിലും റൂമൊന്നും അവൈലബിൾ അല്ല ഇവിടെ. അതാണ് പ്രശ്നമായത്. അപ്പുണ്ണിയെ വല്ലതും കിട്ടോ? നടക്കോ? നമുക്ക് ഇവിടെ പോണ്ടേന്ന്. ബീച്ചിൽ പോയി ഇറങ്ങിക്കിടുന്നാലോ? അത് മതിയാ. ഇതാണ് ഫാമിലിയൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലം, രസമുള്ളൊരു സ്ഥലം. ഇങ്ങനെ കഴിച്ച് എത്തിയിരിക്കുകയാണ്. ഒരു ഫാമിലിയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്ലേസാണ് ഞങ്ങൾ എടുത്തത്. നമ്മൊരു നൈറ്റ് സ്റ്റേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ എടുക്കാനും ഞങ്ങൾ ഇടാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അപ്പം ഇനിയെ തിരിഞ്ഞെന്ന് ഇതാണ് പ്ലേസ്. കാം പ്ലേസ് എന്ന് പറയാം അല്ലേ. ഇതിന്റെ പേര് കോർണിഷ് പാലസ് എന്നാട്ടാ. വില്ല 6-ലാണ്. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. ഒരു നൈറ്റിന് വേണ്ടി ആയതുകൊണ്ട് നമ്മൾ സിമ്പിൾ റൂമായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് റൂം വരുന്നത്. കോർണിഷ് പാലസ് ഇതിന്റെ പേര്. അപ്പൊ ഞങ്ങൾ റൂമിലൊക്കെ എത്തി. ഇനി ഭക്ഷണം കഴിക്കണം. വിശന്നിട്ട് വള്ളിയങ്ങ് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഉച്ചയ്ക്ക് ഇറങ്ങി. ഇനി ഫുഡൊക്കെ കഴിക്കാൻ ഒന്ന് പുറത്തേക്ക് പോകണം. സിമ്പിൾ റൂം. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. കണ്ട അവിടെ ഒരു കുഞ്ഞൊരു നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ അത്. എന്നിട്ടായിരിക്കും ആ കുഞ്ഞൊരു വീട് പോലെ. നല്ല രസമുണ്ട് കേട്ടോ അവിടത്തെ. ഇങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ഫാമിൽ അങ്ങനത്തെ ഒരു ഇത് തന്നെ. ഗൈസ്, ഇതാണ് നമ്മൾ നിൽക്കണ കോർണിഷ് പാലസ് ഹോട്ടൽ. കണ്ട ഫാമിലെ തന്നെ. ഫാമിലിയാണ് സംഭവം. ഇതാണ് കേട്ടോ. അവിടെ ഇല്ല നമ്മൾ നിന്നിരുന്ന ഇപ്പൊ തന്നെ അല്ലേ. അവിടെ ഇല്ല, നമ്മൾ അപ്പുറത്തായിരുന്നു. നമ്മൾ 2 സ്പോട്ടാണ് കേട്ടോ കണ്ടത്. അതിൽ ഒന്ന് ഇതും ഒന്ന് റമദാന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമായിരുന്നു. അപ്പൊ നമ്മള് പിന്നെ ഞങ്ങൾ അങ്ങ് എടുത്ത്. പക്ഷെ ഇതിന്റെ അടുത്തായിരുന്നു. ഞങ്ങൾ ഇതെടുത്ത് പിന്നെ അങ്ങോട്ട് പോയില്ല. ഫുഡ് കഴിക്കാമല്ല. അവിടെ അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ ഞങ്ങൾ ചായ കേട്ടോ. കാരണം നമ്മൾ എത്തിയ ഫുഡിന് ഉച്ചക്കലത്തെ കഴിച്ചിട്ടില്ല. ചായ കുടിക്കാറായപ്പോൾ എത്തിയത്. അപ്പൊ ഇതാണ് ചായ കുടിക്കുന്ന സ്ഥലം. ചായ കുടിക്കാൻ എത്തിയ സ്ഥലം. 2 ഷവർമയും 2 ചായയും പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ അസ്തമയത്തിലേക്ക് കടക്കുന്നു. ബ്രേവ് സോളിന്റെ ടീഷർട്ടും വെച്ച് കണ്ണാടയും വെച്ച് ഇതേ ഷവർമയും വെയിറ്റ് ചെയ്തിരിക്കാണ്. ഈ ഷവർമ വന്നില്ലെങ്കിൽ കട തല്ലി പിടിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഡൗട്ട്. അപ്പൊ ഗൈസ് നമുക്കിത് ചായ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതോട് ഊതി ചായ കുടിച്ചോണ്ടിരിക്കുന്നു. ഷവർമ വന്നിട്ടില്ല കേട്ടാ. ഗൈസ് നമ്മുടെ ഷവർമ വന്നിരിക്കുകയാണ്. ഷവർമേനെ
വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് അവിടെ പോയി ബഹളം ഉണ്ടാക്കി ഷവർമതേ വാങ്ങിച്ചപ്പോ പൊളിക്കാണ്. ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല, ഇതാണ് അറിയാ. ഒരു സമാധാനം കിട്ടി കാണും. കുഴപ്പമില്ല. നീ എന്തെങ്കിലും കുഴപ്പമില്ലാന്നല്ലാതെ വേറെ വല്ല കമന്റ്സ് നീ പറഞ്ഞിട്ടുണ്ടോ? കുഴപ്പമില്ല, കാരണം നമ്മുടെ അവിടുത്തെ അത്ര ഇല്ല. എങ്ങനെയുണ്ട് പുണ്യ? ഇത് കുറച്ച് സ്പൈസിയാണ്, പിന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറവാ. നമ്മുടെ അവിടെ നല്ല വലുത് കിട്ടും, ഞങ്ങളുടെ അവിടെ നല്ല വലുത്. ഇവിടെ വേറൊരു ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്. അത് ഇതും എനിക്ക് ഓക്കെയാണ്. ഗൈസ് ഞങ്ങള് ടീ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് വന്ന് ഇനി ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാൻ പോവാണ്. ബീച്ചിലൊന്ന് എൻജോയ് ചെയ്യാൻ പോവാണ്. രണ്ടുപേർക്ക് സെയിം ഈ ഡ്രസ് ഉണ്ട്, പക്ഷെ അത് അപ്പുണ്ണി കൊള്ളൊന്നില്ല. അപ്പൊ അപ്പുണ്ണി എൻ്റെ അടുത്ത് പോയി. ഞാനപ്പോ പിന്നെ ഞാൻ എന്നിട്ട് ചെയ്തെന്ന് അറിയോ, കാരണം നമ്മൾ വിചാരിച്ചില്ല, പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എടുത്തു വെച്ചാനായിരുന്നു രണ്ടുപേർക്കും ഒരു ഷോ കാണിച്ച് നടന്നു പോയിട്ട് വഴി തെറ്റിട്ട് ഇപ്പതേ എന്നെ കൊണ്ട് വീണ്ടും വീഡിയോ എടുപ്പിക്കുന്നു. ഞങ്ങൾ ആദ്യം ഇതാണ് സ്റ്റേക്ക് വേണ്ടി നോക്കിയത്, പക്ഷെ റൂം ഉണ്ടായിരുന്നില്ല. പക്ഷെ റൂം ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല. അപ്പൊ ഞങ്ങള് ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തായി. കാരണം ഇപ്പൊ റൂം തീരെ ഇല്ല, ഒഴിവ്. എല്ലാരും ഫുള്ളാണ്, സീസൺ ആയതുകൊണ്ട് റൂമൊന്നും ഇല്ല, അതുകൊണ്ട് ഫുള്ളാണ് എല്ലാവരും. അങ്ങനെ ഗൈസ് ഞങ്ങളിത് ബീച്ചിലെത്തി നടന്നു ഒരുപാട് നടന്നു കേട്ടോ, വയ്യാണ്ടായി നടന്നു. ഇവിടെ ബീച്ചിന് ചുറ്റും നല്ല നല്ല ഷോപ്പുകൾ, അമേരിക്കൻ ഫുഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ. കണ്ട കുറേ പണി വിട്ടു ബീച്ച്, കാരണം കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കാൻ ഒരുപാട് ബീച്ചിന്റെ എൻട്രികൾ അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് വന്നപ്പോൾ നമുക്ക് അജ്മാൻ്റെ ഒരു എൻട്രി കിട്ടിയത്. അങ്ങനെ ഗൈസ് നമ്മൾ റൂമിലേക്ക് നടക്കുകയാണ്. ഷരാട്ട ഞങ്ങൾ നേരത്തെ കാണിച്ചിരുന്നില്ല, ഞങ്ങൾ എടുക്കാൻ വിചാരിച്ച ഹോട്ടലാണ് ഈ ഓപ്പോസിറ്റ് കാണുന്നത്. ബീച്ചിലിറങ്ങിയില്ല. പിന്നെ രാത്രി നമ്മള് ബീച്ചിലിറങ്ങണമെന്നൊക്കെ വെച്ച് വന്നതാ. പിന്നെ ഞങ്ങൾ വിചാരിച്ച്, കാരണം നമ്മൾ എക്സ്ട്രാ ചെരുപ്പൊന്നും എടുത്തിരുന്നില്ല, ഷൂ ഇട്ടിട്ട് ഇനി ഇറങ്ങലൊന്നും എടുപ്പല്ല. ഞാൻ തളർന്നു, ഭക്ഷണം എനിക്ക് ആ ഭക്ഷണം ഇനി സഹിക്കില്ല. ഇവിടെ നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ്റും റിസോർട്ടുകളും ഒരുപാടുണ്ട്. പക്ഷെ നമ്മ വന്നു കഴിഞ്ഞാൽ റൂം കിട്ടാൻ പണിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം മുന്നേ ഇവിടെയൊക്കെ ബുക്ക് ചെയ്ത് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കേട്ടാ അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടുത്തെ റിസോർട്ട്. ഇതൊക്കെ കിട്ടാൻ നല്ല പണിയാണ്, കാരണം പെട്ടെന്ന് ആൾക്കാർ കൊണ്ടുപോകും റൂമൊക്കെ. അപ്പം നമുക്ക് കിട്ടില്ല. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇപ്പം നമുക്ക് പൂൾ യൂസ് അല്ല, നമുക്ക് മോർണിംഗ് പൂളിൽ നമുക്ക് 6 മണി തൊട്ട് 8 മണി വരെ ഇതുള്ളൂ. ഇതാണ് നമ്മുടെ ഏരിയ. കണ്ട ഗൈസ്, നൈറ്റ് വ്യൂ കണ്ട, സിറ്റിയുടെ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ ഫാം വില്ല സിറ്റി. അപ്പോൾ ഗൈസ് ഇനി ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ ഇവിടെ അടുത്തുള്ള, നമ്മൾ മുന്നേ പോയിട്ടുണ്ട് റിസോർട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ പോകണം. ഹോളിഡേ ബീച്ച് റിസോർട്ട്, ഹോളിഡേ ബീച്ച് ഹോളിഡേ ബീച്ച് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് എടുക്കണം. അത്ര തന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. ഇതൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്, അല്ലേ? റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇത് കാണുന്നുണ്ട്, സ്റ്റേയും ഇല്ല. അങ്ങനെ നാഷണൽ ഡേയുടെ ആഘോഷങ്ങളെല്ലാവരുടെയും തുടങ്ങി. ഷാർജയിൽ കുറച്ചും കൂടി ഡിലേ ആണ് എല്ലാ കാര്യങ്ങളും. ദുബായിലൊക്കെ എല്ലാതും മാക്സിമം അടിപൊളിയായിട്ട് ഇപ്പോഴേ ഒരു 2 മാസം മുന്നേ അവിടെ ആഘോഷങ്ങൾ തുടങ്ങി ദുബായിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇതാണ്, ഇവിടെ ആഘോഷങ്ങൾ കുറവാണ്. മീൻസ് ആ ടൈമൊക്കെ ആവും ഇവിടെ അലങ്കാരവും കാര്യങ്ങളൊക്കെ വരെ. ഗൈസ് ഇതാണ് നമ്മൾ മുന്നേ വന്നിട്ടുള്ള ഹോളിഡേ ബീച്ച് ക്ലബ്. ഇവിടെയാണ് നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിത് അജ്മാൻ ബീച്ച് റിസോർട്ട് തിരിക്കുകയാണ്. അജ്മാൻ ബീച്ച് റിസോർട്ടല്ലേ ഹോളിഡേ ബീച്ച്. ബുഫയാണ് നമ്മൾ അന്ന് എടുത്തിരുന്ന ബുഫേ, വീണ്ടും ബുഫയാണ് ഇന്ന് കഴിക്കുന്നത്. സെറ്റ്. ഇതാണ് ഇവിടുത്തെ ഒരു വൈബ്. ഇതാണ് ബുഫേ. കണ്ട ബുഫയാണ് ബുഫേ. ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കണം. പുണ്യ അവിടെ ഫുഡ് എടുക്കണുള്ളൂ. ഞാൻ ഷെഷ്വാൻ ഫ്രൈഡ് റൈസും പിന്നെ ഗോബി മഞ്ചൂരിയനും എടുത്തു. അപ്പുണ്ണി എപ്പോഴും പുണ്ണിയുടെ ഫേവറേറ്റ് കപ്പയും മീൻകറി. മീൻ തലക്കറി. കഴിക്കി. അതിനുണ്ട്
അടിപൊളി തലക്കറി അടിപൊളി. ഇനി ഇപ്പം ഞാനൊന്ന് വെജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഞാൻ നോൺ വെജിലേക്ക് കിടക്കണം. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഐറ്റം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇവിടെ കഴിഞ്ഞിട്ടില്ലേ, അത് രണ്ടാമത് പോയി. പൊറോട്ടയും ബീഫും കായയും ചിക്കനും എടുത്തു, പൊറോട്ട. അങ്ങനെ ഗൈസ് ഞാൻ ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്തു. ഐസ്ക്രീം ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കണം. ഒരു ഫാമിലിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഇതാണ് അവർ കാണുന്നത്. കഴിയുന്നില്ല, എല്ലാം കഴിക്കാവുന്നതുകൊണ്ട് കഴിയുന്നില്ല. ആ വയറൊക്കെ നിറഞ്ഞൊരു വിധായി, ഞങ്ങൾ രണ്ടുപേരും ഒരു വിധായി. അയ്യോ വേറെ ലെവലിരിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. പുറത്ത് വന്നപ്പോൾ ഒരു രക്ഷയില്ല. ഓക്കെ, ബീച്ചൊക്കെ വേറൊരു വൈബ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇതേ ഒന്ന് നടക്കണ്, വയറൊക്കെ നിറഞ്ഞു, ദുമ്മുന്നായി. പിന്നെ ഒന്ന് നടന്ന് ഇനി എക്സസൈസ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ റൂം എടുത്തിരിക്കുന്ന പ്രശ്നമില്ല പോകാനൊന്നും. അപ്പം എല്ലാം കഴിഞ്ഞ് ആശ്വാസം. വേറെ അവിടെയൊക്കെ ഇരുന്ന് ഇവിടെ എടുക്കണ്, അവിടെ ഇരിക്കുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇവിടെയൊക്കെ UAE നാഷണൽ ഡേക്ക് ഒരുങ്ങുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ UAE 53ാമത് നാഷണൽ ഡേക്ക് ഒരുങ്ങാൻ കേട്ടോ. പല സ്ഥലത്തും അതിൻ്റെതായ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 53ാമത് നാഷണൽ ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോളിഡേ ഒക്കെ അതേ വരുന്നത്. അപ്പോൾ ഹോളിഡേക്കൊക്കെ നമ്മൾ എവിടേക്കാണ് പുണ്യ ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് 4 ദിവസമുണ്ട് ഹോളിഡേ. സെലിബ്രേറ്റ് ചെയ്യണം. എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് റൂമിലെത്തി. എനിക്ക് എടുക്കാറായി. നല്ല ക്ഷീണായിട്ടാ നടന്ന് കുറച്ച് നേരം, വയറൊക്കെ നിറഞ്ഞു. അപ്പം ഇനി ഒന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് നാളെ ബാക്കി പരിപാടികൾ. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഉണർന്നു, എണീറ്റു. ഇപ്പം സമയം ഒരു 8 മണിയായ പുണ്യ 7:25. ഇനി ഒന്ന് സ്വിമ്മിങ് പൂളിൽ പോകണം. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറും രാവിലെ തന്നെ. ഞങ്ങളിത് രാവിലെ ഞായറാഴ്ച ജയിക്കാറില്ല ഇവിടെ ആയതുകൊണ്ട്. സ്വിമ്മിങ് പൂളിൽ പോകേണ്ട കാരണം മാത്രമേ എനിക്കത്. നമ്മൾ റൂമിലുള്ള ടൈമിൽ 12 മണി 11:30. അപ്പോൾ ബ്രഞ്ചൊക്കെ ഞാൻ കഴിക്കാറ്. UAE സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണ്. 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ എനിട്ടിട്ട് ബ്രഞ്ചായിട്ട് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ ഭക്ഷണവും കൂടി ഒരുമിച്ച്. അപ്പോൾ ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ അല്ലെങ്കിൽ ബ്രഞ്ചാക്കണോ എന്നറിയില്ല. സ്വിമ്മിങ് പൂളിൽ പോയി വന്നിട്ട് അറിയുള്ളൂ. പുണ്യ മോർണിംഗ് ഒരു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇന്നലെ നല്ല രസമുണ്ടായിരുന്നു. നൈറ്റിൽ മറ്റേ ലൈറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ ഇത് വെളിച്ചത്തിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഉറങ്ങാനൊക്കെ. പിന്നെ മോർണിംഗിൻ്റെ ദൃശ്യഭംഗി കാണിച്ചത് കണ്ട. മോർണിംഗ് രാവിലത്തെ അതിമനോഹരമായ കാഴ്ചകൾ. നേരൊക്കെ വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. അവിടെ നമുക്ക് ഷെരാട്ടൺ കാണാൻ പറ്റും. ഷെരാട്ടണാണ് നമ്മൾ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ റൂമൊക്കെ നല്ലോണം ഫുള്ളായി. ഇനി ഒന്ന് ചായ കുടിക്കാൻ നോക്കണം, നടക്കണം. 8 മണിയായി ഇപ്പം. ഞങ്ങൾക്ക് കിടന്നങ്ങനെ 8 മണിയാക്കി. പിന്നെ ഇവിടെ ചെക്കൗട്ടായും 2 മണിയാണ്. പക്ഷെ നമ്മൾ 2 മണിക്ക് മുന്നേ എന്തായാലും ഇറങ്ങും. കാരണം നമുക്ക് ഇനി റൂമിൽ ചെന്നിട്ട് കുറച്ച് പണികളുണ്ട്. അപ്പോൾ വേഗം ഇറങ്ങണം. പിന്നെ നാളെ ഡ്യൂട്ടിക്ക് ഉണ്ട്. അങ്ങനെ ഇല്ല അതായില്ലേ, ഇതിലെ പോയാലും എത്തും എന്നൊക്കെ തോന്നുന്നുണ്ട്. വില്ല 7 വില്ല അങ്ങനെയൊക്കെ ഫാമിലി ചെയ്തുകൊണ്ട് ഞാനപ്പോൾ നിന്റെ ചായ കുടിക്കാനുള്ളവർക്ക് ചായ തേടിയുള്ള നടത്തും. ഇതിലെ പോയാലും എത്തുന്നൊന്നും അങ്ങോട്ടല്ലേ, അങ്ങോട്ട് വളഞ്ഞാലെത്തും. അപ്പോൾ ഞങ്ങളിത് ചായ കുടിക്കാൻ പുറത്ത് പോയി കുടിക്കാം. ഇവിടെ അടുത്ത് തന്നെ ഒരു കഫ്റ്റീരിയുണ്ട്, അവിടെ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയി ചായ കുടിക്കണ്ടപ്പോഴെല്ലാം മനോഹരമാവുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് അന്വേഷിച്ചുള്ള നടത്തം എവിടെയും എത്തിയിട്ട് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കിട്ടാനില്ല ശരിക്കും. ഓൾറെഡി നമ്മ
ഈ റിസോർട്ടുകൾ എടുക്കുമ്പോ അവർ ആ പാക്കേജസ് ആയി തരുന്ന ബ്രേക്ക്ഫാസ്റ്റുകളേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇന്നലെ റിസോർട്ട് കിട്ടിയില്ല, പെട്ടെന്ന് തീരുമാനിച്ച ശേഷമുണ്ട്. ഒരു ഫാം വില്ലയിലാണ് താമസിക്കുന്നത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം. ഇവിടെ ഈ ഏരിയയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം 3 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെളുപ്പിന് 3 മണിക്ക് ക്ലോസ് ചെയ്യുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സംഭവം ഇല്ല, ലഞ്ച് തൊട്ടത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്താക്കണത് ബ്രഞ്ചാക്കി കഴിക്കണം. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടാന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഫോറിനേഴ്സിനെ മാത്രം ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്, അപ്പൊ ഫുഡ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഈ ബർഗർ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇവർ കൊണ്ടുവയ്ക്കും. സാധാ ദോശ, മസാല ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോഴേ സമാധാനം ഉണ്ടാവുള്ളൂ. അവസാനം ഞങ്ങൾ അന്വേഷിച്ച് എവിടെ എത്തിയില്ല. അപ്പൊ ഞങ്ങൾ ഇതേ ഒരു കഫ്തീരിയയിൽ വന്നിരുന്ന് കഫ്തീരിയയിൽ വന്നിരുന്ന് ഇനി ബർഗർ അല്ലെങ്കിൽ ഷവർമ അല്ലെങ്കിൽ പാസ്ത കഴിക്കേണ്ടി വരും. അപ്പന് മെനു നോക്കിക്കൊണ്ടിരിക്കും. രക്ഷയില്ല. എവിടെ ഇങ്ങനെ നമ്മുടെ സാധാ നാടൻ ഫുഡ് കിട്ടാനില്ല, കുറച്ചൊക്കെ നടക്കണം. നമ്മളങ്ങനെ ഒരു ചിക്കൻ ടിക്ക ബർഗറും ഒരു ചിക്കൻ സ്പൈസി ബർഗറും പിന്നെ 2 ചായ ഓർഡർ ചെയ്തു. ഓപ്പൺ സിമ്പിൾ അതെ, കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തു. ഗൈസ് അങ്ങനെ കാത്ത് അവസാനം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. ഏതാണ് ബ്രേക്ക്ഫാസ്റ്റ്? പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കഥ ഒന്നും പറയണ്ടല്ലേ. അപ്പൊ ഇനി കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചത് വീണ്ടും തിരിച്ച് റൂമിക്കാണ്. ഫുഡ് കിട്ടാൻ എളുപ്പമല്ല. ബർഗർ അങ്ങനത്തെ സാൻഡ്വിച്ച് പോലത്തെ കഴിച്ചിട്ട് സുഖമില്ല രാവിലെ തന്നെ. നടന്ന് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വേണം തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവാം. അപ്പൊ നീ ഭംഗി കാണുന്നു. ഞങ്ങളിത് തിരിച്ച് റൂമിലെത്തി. ഞങ്ങളിന്ന് പൂളിൽ കുളിച്ചില്ല കേട്ടോ. പൂളിൽ കുളിക്കണമെന്ന് വിചാരിച്ചു. നല്ല തണവുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കയറിയില്ല. അപ്പൊ ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു വേണമെങ്കിൽ കുളിക്കണം. പുള്ളി പറഞ്ഞു അയ്യോ വേണ്ട, തണവ് പറഞ്ഞു. പിന്നെ ഞാൻ കയറിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പോവും, ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോവും. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. നല്ല രസമുണ്ട് കേട്ടോ. രാവിലെയൊക്കെ അങ്ങനെ ഇറങ്ങി നടക്കാനും. ഇനി അടുത്തത് നമ്മൾ നാഷണൽ ഡേ അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ഇയർ, അതിനൊരു സ്റ്റേ ഞങ്ങൾ നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനി ഫ്രഷ് ആവട്ടെ കേട്ടോ.